അർജുൻ പീതാംബരൻ നമുക്കൊപ്പമുണ്ട്. അർജുൻ, ഗ്രാമവാസികൾ പറയുന്നു കൂട്ടമായി എത്തുന്നു ഡ്രോണുകൾ, പക്ഷേ ആ ഡ്രോണുകളെയൊക്കെ നമ്മൾ അടിച്ചിടുന്നു. ജമ്മുവിലെ വിമാനത്താവളം ലക്ഷ്യം വെച്ച് പാകിസ്ഥാന്റെ മിസൈലുകൾ വരുന്നു, അതിനെയും തകർക്കുന്നു. പാകിസ്ഥാൻ പിന്തിരിയാൻ ഭാവമില്ലെങ്കിൽ അതിനുള്ള മറുപടി ഇന്ത്യക്ക് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ എന്താണ് ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം? എങ്ങനെയാണ് പാകിസ്ഥാന്റെ ഈ അതിര് കടന്ന കളി? പക്ഷേ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം 4 പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായത്. അത് ഉദ്ധംപൂർ, ജമ്മു, അഖ്നൂർ, പത്താൻകോട്ട്. അതായത് ജമ്മുവിലും അതുപോലെ തന്നെ പഞ്ചാബിന്റെ അതിർത്തി പ്രദേശങ്ങളിലും ഈ പാകിസ്ഥാന്റെ പ്രകോപനം ഉണ്ടായിരിക്കുന്നു. അതിൽ തന്നെ ജമ്മുവിൽ മിസൈലുകളും ലക്ഷ്യമിട്ടെത്തി. ആ മിസൈലുകൾ ലക്ഷ്യമിട്ടത് പലതും ജമ്മു വിമാനത്താവളത്തെ തന്നെയാണ് എന്നുള്ളതാണ്. മറ്റുള്ളവ ജമ്മുവിലെ തന്നെ സൈനിക കേന്ദ്രങ്ങളെയും ലക്ഷ്യമിട്ട് പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി എത്തി. പക്ഷേ നമ്മുടെ S-400 എന്ന് വിളിക്കുന്ന, നമ്മൾ സ്വയം പേരിട്ട് വിളിക്കുന്നത് സുദർശൻ ചക്ര എന്നുള്ളതാണ്. റഷ്യയിൽ നിന്നും വാങ്ങിയ S-400 വ്യോമ പ്രതിരോധ മിസൈലുകൾ സംവിധാനം. ആ S-400 മിസൈലുകൾ ഉപയോഗിച്ച്, ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ ഈ മിസൈലുകളെല്ലാം, അതായത് പാകിസ്ഥാൻ വർഷിച്ച 8 മിസൈലുകൾ, ജമ്മുവിൽ വർഷിച്ച 8 മിസൈലുകൾ തകർത്തിരിക്കുന്നു. ഒപ്പം തന്നെ ഒരു കൂട്ടമായി എത്തിയ സ്വാം ഓഫ് ഡ്രോൺസ് എന്നുള്ള കാര്യമാണ് അവിടുത്തെ പ്രദേശവാസികൾ പറയുന്നത്. അതായത് ഡ്രോണുകൾ കൂട്ടമായി എത്തി. ജമ്മുവിൽ മാത്രം 50 ഡ്രോണുകൾ എത്തി എന്നുള്ള കാര്യം പറയുന്നു. ഇവയെല്ലാം വെടിവെച്ചിട്ടിരിക്കുന്നു. ഇപ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും തുടരുന്നത് കനത്ത ഷെല്ലിംഗ് ആണ്. അതായത് ഈ ഉദ്ധംപൂർ ഭാഗത്തും അഖ്നൂർ ഭാഗത്തും എല്ലാം തന്നെ കനത്ത ഷെല്ലിംഗ് തുടരുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് വ്യക്തമാക്കുന്നത്. ആർട്ടിലറി വെടിവെപ്പ്, ആർട്ടിലറി ഫയറിംഗ് പാകിസ്ഥാന്റെ ഭാഗത്തും ഉണ്ടാകുന്നു. ഉദ്ധംപൂരിൽ നിന്ന് ഈ ഒരു പ്രകോപനം എന്നുള്ള തരത്തിലുണ്ടാകുന്നു. അതായത് ഒരേ സമയത്ത് തന്നെ കരസേനയുടെയും വ്യോമസേനയുടെയും പ്രകോപനമാണ് പാകിസ്ഥാന്റെ ഭാഗത്തും ഉണ്ടായിരിക്കുന്നത്. ഇതെല്ലാം തന്നെ വളരെ കൃത്യമായി ഇന്ത്യ തകർത്തിട്ടുണ്ട്. അതായത് പാകിസ്ഥാന്റെ ഒരു ലക്ഷ്യം പോലും ഇതുവരെയും ഇന്ത്യയിലെ ഒരു മേഖലകളിലും വീണിട്ടില്ല, തകർത്തിട്ടില്ല, ഒരു കാര്യവും ഉണ്ടായിട്ടില്ല. അതായത് ഒരു നാശനഷ്ടവും വധിച്ചിട്ടില്ല എന്നുള്ളതാണ്. കൃത്യമായിട്ടുള്ള രീതിയിൽ ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നു. ഇന്ത്യയുടെ S-400 എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഈ ഡ്രോണുകളും മിസൈലുകളും വെടിവെച്ചിട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ പാകിസ്ഥാന്റെ ഭാഗത്തും ഉണ്ടാകുന്ന ഈ ആർട്ടിലറി ഫയറിംഗ്, അതുപോലെ തന്നെ ഷെല്ലിംഗ്, ഇതിന് തക്കതായിട്ടുള്ള മറുപടി ഇപ്പോൾ കരസേന നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന അഖ്നൂർ, പത്താൻകോട്ട്, ഉദ്ധംപൂർ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ആർട്ടിലറി ഫയറിങ്ങും അതുപോലെ തന്നെ ഷെല്ലിങ്ങിനും എതിരെ കൃത്യമായിട്ടുള്ള മറുപടി ഇന്ത്യയുടെ കരസേന നൽകിക്കൊണ്ടിരിക്കുന്നു. മറ്റൊരു കാര്യം, ഈ ഇടങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ ഒരു മുൻകരുതലിന്റെ ഭാഗമായി ബ്ലാക്ക് ഔട്ടാണ്. അതായത് വിളക്കുകളെല്ലാം അണച്ചിട്ടുണ്ട്. ആക്രമണം നേരിടുന്ന ഒരു സാഹചര്യത്തിൽ അതുതന്നെ ഉദ്ധംപൂരിലും ഗുരുദാസ്പൂരിലും ജമ്മുവിലും അഖ്നൂരിലും ഈ ഒരു ബ്ലാക്ക് ഔട്ട് ഉണ്ട്. അതെല്ലാം തന്നെ കൃത്യമായി ഒരു മുൻകരുതൽ സംവിധാനത്തിൻ്റെ അല്ലെങ്കിൽ മുൻകരുതൽ കാര്യങ്ങളുടെ നടപടികളുടെ ഭാഗമായിട്ട് ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചൊരു കാര്യമാണ്. കനത്ത ജാഗ്രതയിലാണ് രാജ്യം.